നമസ്കാരം. കുക്കറി ഷോയുടെ പുതിയ എപ്പിസോഡായ സോൾട്ട് ആൻഡ് മിർച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജയചന്ദ്രൻ സാറാണ്. സാർ എന്ത് വിഭവമാണ് നമ്മൾക്കായിട്ട് ഇന്ന് സ്പെഷ്യലായി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം സാർ. സാർ എന്ത് വിഭവം ഇന്ന് ഉണ്ടാക്കുന്നത്? നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചീരയുടെ കറിയാണ്. എന്താ പേര് അതിന്റെ? ചീരക്കറി തന്നെയാണ്. സാധാരണ നമ്മുടെ ഈ ചീര നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് തോരനായിട്ടാണ്. പക്ഷേ ഇത് കറിയായിട്ടാണ്. ഇന്ന സാധനങ്ങൾ ചീര പരിപ്പ് അങ്ങനെ പരിപ്പ് അത് വേറെ, അത് വന്നിട്ട് പരിപ്പ് കറിയായിട്ട് അതായത് ചീര മിക്സ് ചെയ്യുന്നതാണ്. ഇത് വെറും ചീര കറിയായിട്ടാണ്. അതിനകത്ത് പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ചീരയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ കത്തിരിക്ക, ഇത് ക്യാപ്സിക്ക, പിന്നെ ഉള്ളി. ചെറിയ ഉള്ളിയാണോ? ചെറിയ ഉള്ളി, ഏത് ഉള്ളിയാണ്. പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ കടുക്, എണ്ണ. ഇത് കടുകാണ് അല്ലേ? കടുകാണ്. ഇത് നാരങ്ങ. അപ്പൊ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കുന്നു. നമ്മുടെ ഇപ്പൊ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കാരണം വടക്കേന്ത്യ കാലം ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ. അപ്പൊ ഇതാണ് സൺഫ്ലവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് വേണ്ടിയാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ. അപ്പൊ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റൗ കത്തിച്ചിട്ട് ശേഷം എണ്ണ ഒഴിക്കും. ഇതിനകത്ത് വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ആ ചീര കിടന്ന് വേവുന്ന എല്ലാം എണ്ണയും ചീരയുടെ ഉണ്ടാകുന്ന വെള്ളം, ആ വെള്ളം തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചെറുതായിട്ടും ചൂടായി വരുമ്പോൾ കടുക് ഇട്ടാൽ മതി അല്ലേ? സാർ ഈ ഐറ്റം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണോ? അല്ലല്ല, ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുമക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്, പിള്ളേർ കഴിക്കാറുണ്ട്. ഫേവറേറ്റ് ഡിഷാണോ ഇത്? ഫേവറേറ്റ് ഡിഷാണ്. നല്ല രസമാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാം. നമുക്ക് ഇവിടെ നമുക്ക് ചോറിന് കൂടെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ അവർ സാധാരണ ചപ്പാത്തിയുടെ കൂടെയാണ് കൂടുതലും കഴിക്കുന്നത് അല്ലേ? ഞാൻ വടക്കേന്ത്യയിലായിരുന്നു കൊണ്ട് ഞാൻ അത് പഠിച്ചതാണ്. ഇനി നമുക്കിതിൽ ഇനി അടുത്ത കടുകല്ലേ സാറേ ഇടുന്നത്? അതെ, കടുക്. പച്ചമുളക് സാറിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വൈഫും മകനും മകന്റെ മക്കളും. സാർ കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടല്ലേ? ഞാനിങ്ങനെയുള്ള ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ മട്ടൻ, ചിക്കൻ, ഇങ്ങനെ എല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാം അറിയാം എനിക്കത്. അതെ, കത്തിരിക്കയും ഇതൊക്കെ ഇടാം. കാരണം ഇതിനകത്ത് കാരണം വെള്ളമില്ലല്ലോ. വെള്ളത്തിന്റെ അംശം ഇല്ലാത്തതുകൊണ്ട് അത് എണ്ണയിൽ തന്നെ വേഗം. അത് അല്പം കൂട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ സാധനം ലാസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ. കാരണം അത് വെന്തതിന് ശേഷം. കാരണം ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ശരിക്കും ഇതാകത്തില്ല. ഉരുളക്കിഴങ്ങ് വേഗം സമയം എടുക്കത്തില്ല. അത് ഇടയിൽ പെട്ടെന്ന് വെന്തോളൂ, കുഴപ്പമില്ല. അതിന് നമുക്ക് വീണ്ടും സമയം നമ്മൾ അടച്ചു വെച്ച് വേഗിക്കുന്നുണ്ട്. അത് ഒരുവിധം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ചീരയും ഇട്ട് നമ്മുടെ അതിനകത്തിൻ്റെ ഉപ്പും ഇതുമായിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അത് വൈബ്രേറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ വെള്ളത്തിൽ തന്നെ അതെ ഇവാപറേറ്റ് ചെയ്യുന്ന ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളൂ. അതെ, അടച്ചിടാൻ വരട്ടെ. അത് കുറച്ച് സമയം ഇളക്കിയെടുക്കുക. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതെ, അത് ഇളക്കിയിട്ട് അത് വെന്തോളൂ. അതിൽ തന്നെ വേഗം മതി മതി. എണ്ണ ഇടക്കല്ലേ. നമ്മളിത് നോക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടി പോകും. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഉള്ളിയൊക്കെ ഒരു ആയിട്ടുണ്ട്, ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം തക്കാളിയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇളക്കുന്നതിന് അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ചീര കംപ്ലീറ്റ് പാലക് ചീര അല്ലേ? അതെ, ഇതിലാണ് കൊണ്ടുപോകുന്നത്. ഇത് ഇളക്കേണ്ട ആവശ്യം നമുക്ക് ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ ഇപ്പോഴൊന്നും ചെയ്യണ്ട. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സാധനത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ മസാല ഇടും അല്ലേ? ഇട്ട് ഉപ്പ് ഇട്ടിട്ട്
മുളക് പൊടി കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ ഒക്കെ മതി, ടീസ്പൂൺ മതി അല്ലേ? ഓക്കെ ഓക്കെ. അതിനകത്ത് അതെല്ലാം കൂടെ മിക്സ് ആവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉപ്പും കൂടെ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. മഞ്ഞപ്പൊടി, വേറെ ഒരു പൊടി, മഞ്ഞപ്പൊടി വേണം, മഞ്ഞപ്പൊടിയും കൂടെ മാത്രമേ ഉള്ളൂ. മുളക് പൊടിയും മഞ്ഞപ്പൊടി മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇത് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ? എളുപ്പത്തിൽ തീരുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുത്താൽ. നാരങ്ങയൊക്കെ നമ്മൾ ലാസ്റ്റ് ആണ് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എടുത്തു. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ഇടണമായിരുന്നു. മഞ്ഞപ്പൊടി കൂടെ വേണമായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിൽ ഇനി അടച്ചു വരും. ഓക്കെ ഓക്കെ. മഞ്ഞപ്പൊടി നമുക്ക് ലാസ്റ്റ് ഇടണോ ഇതിൻ്റെ കൂടെ? ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഇവിടെ തീ കുറച്ച് വെക്കണം. ഇല്ല, കൂട്ടി ഇരുന്നോട്ടെ. ഇത് നമുക്ക് തുറന്നു നോക്കാം അല്ലേ? അല്പം മഞ്ഞപ്പൊടി കുറച്ച് മതി അല്ലേ? മഞ്ഞപ്പൊടി ഇട്ടു. മൊത്തത്തിൽ മിക്സ് ചെയ്യുക. അടി ഇരിക്കുന്ന എല്ലാം കൂടെ വിരിച്ച് തരട്ടെ, എല്ലാം കൂടെ ആകട്ടെ. ഈ ചീരയ്ക്ക്, ഈ പാലക് ചീരയ്ക്ക്, നമുക്ക് ചീരയ്ക്ക് ഗുണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലക് ചീരയുടെ അഥവാ ഇതിനകത്ത് നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കൂടുമ്പോഴായിരിക്കും നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുളക് പൊടിയുടെ ഒക്കെ കുറവ് വരുന്നത്. അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. നമ്മൾ കുറച്ച് അധികം മുളക് പൊടി ഇട്ടു, ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ കളറിന് വ്യത്യാസം വരികയാണെങ്കിലേ അത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കും. ചീര നല്ലോണം ഇതിപ്പോൾ എന്തോന്ന് തോന്നുന്നു തുറക്കണേ. ഉരുളക്കിഴങ്ങ് വെന്താൽ നമ്മളത് അത് പൊട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം ഒന്ന് ഉടക്കുക, ചിലത് മാത്രമേ ഇങ്ങനെ ഉടയാൻ കിടപ്പുള്ളൂ. വെന്തിട്ടുണ്ടാവും, അതെല്ലാം വെന്തതാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ആ കറിയുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ചേർക്കാനുള്ളത് വേറെ ഒന്നുമില്ല. സാർ ഈ കുക്കിങ്ങിന്റെ ഇടയിൽ പാട്ട് പാടാറുണ്ടോ? പാടാവോ നമുക്ക് വേണ്ടി ഒരെണ്ണം? ഇത് ഈ ഒന്ന് ഇളക്കുന്ന സമയത്ത് പാടുന്നത് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. സാർ പാടിക്കോ, ഒരു ബുദ്ധിമുട്ട്. മഞ്ഞിലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞിലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കണ്ണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമടിച്ചു, കണ്ണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമടിച്ചു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞിലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥനത്തിൻ കണ്ണീരോടെ കവിളത്തിൻ കണ്ണീരോടെ നടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞിലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി.
സാർ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പാടുന്ന സാർ എന്താ പിന്നെ പാടാൻ ഒരു മടി? നിങ്ങളുടെ ഫോഴ്സ് കൊണ്ടൊരു പാട്ട് പാടിയത് നല്ലോണം പാടി കേട്ടോ. ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സാർ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ചെയ്ത് പാടാറുണ്ട്. അതായത് യൂത്ത് ഫെസ്റ്റിവൽ മറ്റുള്ള ഫംഗ്ഷനൊന്നും പാടിയിട്ടില്ല. വീട്ടിൽ നിന്ന് വെറുതെ പാടുന്ന നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സാർ നമുക്ക് കറി റെഡി ആയെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം അല്ലേ? കറി ആയിട്ടുണ്ട്. സാറേ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പിന്നെ ചോറിനോട് കഴിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ. ചപ്പാത്തി ഉണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാം. കുറച്ച് ഇടല്ലേ? അതെ, എടുത്തു. ഞാൻ എടുത്ത് തരാം. മതിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഉരുളക്കിഴങ്ങിന്റെയും ആ ഒരു ചീരയുടെയും ഒരു പുളിയൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാറേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെ. എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആണ് സാറിൻ്റെ ഈ കറി. എന്തായാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വിഭവമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.